കോൺഗ്രസ് ക്യാമ്പ് ഈ ന്യായീകരണങ്ങളും പൊതിഞ്ഞുപിടിക്കലുമായി മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് വലിയ പ്രതിഷേധങ്ങളിലേക്കാണ് വയനാട് പോകുന്നത്. CPIM-ന്റെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് അവർ. നാളെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുക്കുന്ന പ്രതിഷേധ സദസ്സ് ബത്തേരിയിൽ നടക്കും. അതുമാത്രമല്ല 16-ന് DYFIയുടെ രാപ്പകൽ സമരവും സംഘടിപ്പിക്കും. IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരുടെ പേരിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആത്മഹത്യാക്കുറിപ്പിൽ ഇവരുടെ എല്ലാം പേരുണ്ട്. സംഭവത്തിൽ ഉത്തരവാദികളായ നേതാക്കൾക്കെതിരെ ശക്തമായ നിയമ നടപടി ആവശ്യപ്പെട്ടാണ് സമരം. നാളെ രാവിലെ 10-ന് ബത്തേരി സ്വാതന്ത്ര്യ മൈതാനിയിൽ നടക്കുന്ന പ്രതിഷേധ സദസ്സ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. 28-ന് ബത്തേരിയിൽ CPIM-ന്റെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങലയും സംഘടിപ്പിക്കുന്നുണ്ട്. 16, 17 തീയതികളിൽ DYFI രാപ്പകൽ സമരവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. MLA ബാങ്ക് നിയമനങ്ങളിൽ നേരിട്ടിടപെട്ടത് തെളിയിക്കുന്ന രേഖകളും പുറത്തുവന്നതോടെ IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യം ശക്തമായിരിക്കുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി 15-ന് വാദം കേൾക്കുന്നുണ്ട്. ND അപ്പച്ചനും കോടതി തീരുമാനം നിർണായകമാകും. നേതാക്കൾ പോലീസ് ചോദ്യം ചെയ്യൽ ഭയന്ന് വയനാട് വിട്ടുനിൽക്കുകയാണ്. വയനാട്ടിൽ ഗുരുതര പ്രതിസന്ധി നേരിട്ടതോടെ കോൺഗ്രസ് നേതൃമാറ്റം ആലോചിക്കുന്നുണ്ട്. ND അപ്പച്ചനെ മാറ്റി വയനാട്ടിൽ നിന്നുള്ള മുതിർന്ന അംഗത്തിനെയോ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള മറ്റൊരാൾക്കോ അധ്യക്ഷ പദവി നൽകിയേക്കും. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം സണ്ണി ജോസഫിന് താൽക്കാലിക ചുമതല നൽകാനും തീരുമാനമുണ്ടായേക്കും. കൈരളി ന്യൂസ്, വയനാട്.